ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോർ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാനിവിടെ പറയുന്നത്. സ്കോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു സ്കോർസ് കിട്ടും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒബ്സർവേഷൻ ചെയ്ത് കിട്ടുന്ന സ്കോറിനെയാണ് റോ സ്കോർ എന്ന് പറയുന്നത്. ഈ റോ സ്കോറിനെ വെച്ച് നമുക്ക് കമ്പാരിസൺസും കൺക്ലൂഷൻസും എത്താൻ കഴിയില്ല. ഈ റോ സ്കോറിന് അങ്ങനെ കൺക്ലൂഷൻസോ കമ്പാരിസണോ ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സൈക്കോളജിക്കൽ ടെസ്റ്റുകൾക്ക് ഡിഫറെൻറ്റ് സബ് ടെസ്റ്റുകൾ ഉണ്ടാവും. ചില മെമ്മറി ടെസ്റ്റുകൾ നമ്മൾ ചെയ്തപ്പോൾ കണ്ടല്ലോ, അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ സബ് ടെസ്റ്റുകളൊക്കെ റോ സ്കോർ നമുക്ക് കിട്ടും. ആ റോ സ്കോർ നമ്മൾ സ്റ്റാൻഡേർഡ് സ്കോറാക്കി മാറ്റണം, കമ്പാരിസൺസും കൺക്ലൂഷനൊക്കെ എത്തുന്നുണ്ടെങ്കിൽ. അപ്പോൾ ജനറലി പറഞ്ഞാൽ സ്കെയിൽസ് ഈ സ്കോറുകളുടെ സ്കെയിൽസ് കമ്പയറബിൾ ആണെങ്കിൽ സ്കോർസ് കമ്പയർ ആണെന്ന് പറയാം. ഇവയുടെ സ്കെയിൽസ് കമ്പയറബിൾ ആണെങ്കിൽ സ്കോർസ് കമ്പയറബിൾ ആണെന്ന് പറയാം. അങ്ങനെ സ്കോർസ് കമ്പയറബിൾ ആവുമെങ്കിൽ ഇവയ്ക്ക് ഒരു സെയിം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സെയിം ഡിസ്ട്രിബ്യൂഷൻ, ഫോർ എക്സാമ്പിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ സ്കെയിൽസ് കമ്പയറബിൾ ആണെങ്കിൽ സ്കോർസ് കമ്പയറബിൾ ആയിരിക്കും. അവയ്ക്ക് ആ സ്കോറുകൾക്ക് അപ്പോൾ സെയിം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇങ്ങനെ കോമൺ ഡിസ്ട്രിബ്യൂഷൻ കൺവേർട്ട് ചെയ്യാൻ കഴിയാത്ത സ്കോറുകളാണെങ്കിൽ അവയുടെ സ്കെയിൽസ് കമ്പയറബിൾ ആവില്ല. ആ സ്കോർസിന് കോമൺ ഡിസ്ട്രിബ്യൂഷനിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിൽ അവയുടെ സ്കെയിൽസും കമ്പയർ സ്കോറിനെ ആഡ് ചെയ്യാനും കമ്പയർ ചെയ്യാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. ഓൺലി എ കോമൺ സ്കെയിൽസ് ക്യാൻ ബി ആഡ്. കോമൺ സ്കെയിൽസിനെ മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ സൈക്കോളജിയിലെ സ്കോറുകളെ സ്റ്റാൻഡേർഡ് സ്കോർസ് ആക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ സ്കോറുകളാണ് ഉപയോഗിക്കുന്ന 4 ടൈപ്പ് സ്കോറുകളാണ് സ്റ്റാൻഡേർഡ് സ്കോറ്, ടി സ്കോറ്, സി സ്കോറ്, സ്റ്റെയിൻഡ് സ്കോറ്. അപ്പോൾ ഞാനിതിലേക്കൊന്നും കിടക്കണില്ല. ഈ സ്റ്റാൻഡേർഡ് സ്കോർ ആക്കുന്നതിന് മുമ്പ് നമ്മൾ സെഡ് സ്കോർ എന്നുള്ളൊരു ടേം പരിചയപ്പെടണം. ആ സെഡ് സ്കോർ എന്താണെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. ഇഫ് എക്സ് ഈസ് എ റോ സ്കോർ, ദെൻ സെഡ് സ്കോർ ഓഫ് ദ x is defined as z is equal to z minus mu divided by sigma. ഇവിടെ mu എന്ന് പറയുന്നത് മീൻ ആണ്, ആൻഡ് സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റോ സ്കോർ വിത്ത് റെഫറൻസ് ടു എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് mu equal to 0 and sigma is equal to 1, then the z score is equal to z. ഈ z score can be placed on a normal distribution curve. ഈ സെഡ് സ്കോറിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലേസ് ചെയ്യാന്നാണ് പറയുന്നത്. സെഡ് സ്കോറിൻ്റെ വാല്യൂസ് റേഞ്ചസ് ഫ്രം -3 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു +3 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് -3 ടൈംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു +3 ടൈംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെഡിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ പോയിൻ്റ് ഈസ് എബോവ് ആവറേജ് എന്ന് കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. ഇഫ് z value is negative, then data point is below average and data point is above average എന്ന് കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. If z value is negative, then data point is below average, and also if z is equal to 0, then the data point is close to average. ഇനി നമുക്ക് ഈ ഇക്വേഷൻ വെച്ചൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഒരു ഹിസ്റ്ററിയിൽ ഒരു കുട്ടിക്ക് മിക്കായൽ എന്താണ് പേരുള്ള കുട്ടിക്ക് മ്യൂ ആവറേജ് സ്കോർ 85 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ റോ സ്കോർ എക്സാമിൽ കിട്ടിയിട്ടുള്ളത് 86 ആണ്. അപ്പോൾ എക്സാമിൻ്റെ ആവറേജ് സ്കോർ 85ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2ഉം കുട്ടിക്ക് എക്സാമിൽ കിട്ടിയ ആ റോ സ്കോർ 86ഉം ആണെങ്കിൽ അതിൻ്റെ സെഡ് സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? z മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ. ഇവിടെ റോ സ്കോർ 86 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 85 ഡിവൈഡ് ബൈ 2 അത് ഈക്വൽ ടു 0.5 ആണ്. 0.5 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണോ? അപ്പോൾ അതായത് 0.5 ടൈംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഹലോ എവ്രി വൺ, ഞാൻ നാജിയ TK. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സി സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്.
അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് സ്കോർ, അതേപോലെ ടി സ്കോർ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് സി സ്കോർസിനെ കുറിച്ചാണ് പറയണത്. അപ്പം ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ദി സി സ്കെയിൽ ഇസ് സോ അറേഞ്ച്ഡ് ദാറ്റ് ഇറ്റ് വാരീസ് ഫ്രം 0 to 10 ആൻഡ് 5 ഇസ് ദ മീൻ. അപ്പം സി സ്കോർസിനെ കുറിച്ച് കുറച്ച് മാനദണ്ഡങ്ങൾ എന്ന് പറയാം അങ്ങനെ ഉണ്ട്. അതായത് നമ്മൾ മീന് 5 ആക്കിയിട്ട് എടുക്കും, ആൻഡ് 0 to 10 ആണ് അത് അതിൻ്റെ റേഞ്ച് വാരി ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. സി സ്കോർസിൽ മീൻ = 5 ആയിട്ട് നമ്മൾ എടുക്കണം, അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ 2 ആയിട്ട് എടുക്കണം, റേഞ്ച് 0 to 10 ആയിരിക്കും, ആൻഡ് ടോട്ടൽ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് 11 ആയിരിക്കും. ഓക്കെ, ടോട്ടൽ ഇൻ്റർവെൽസ് നമ്മൾ 11 ആയിരിക്കും. അത് നമുക്ക് നമ്മൾ ഒരു ഗ്രാഫ് വെച്ചാണ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ സ്കെയിൽ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഫോർ എ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒറിജിനൽ റോ സ്കോർസ്. അപ്പോൾ നമുക്ക് റോ സ്കോർസ് കിട്ടിയിട്ടുണ്ട്. ആ റോ സ്കോർസിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം, കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് അതിൽ ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദീസ് കാറ്റഗറീസ് ഓഫ് ഗ്രൂപ്പ്സ് ഇസ് അസൈൻഡ് ആൻ ഇൻറ്റിജർ വാല്യൂ റേഞ്ചിങ് ഫ്രം 1 to 10. അപ്പോൾ നമ്മൾ ഒരുപാട് റോ സ്കോർസ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്ത ഗ്രൂപ്പ്സിന് നമ്മൾ 1 to 10 എന്നുള്ള റേഞ്ചിൽ നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യാണ്. ഓക്കെ, for this purpose the normality of distribution is strictly assumed for the given distribution having row scores whose transformation has to be in terms of C scores. അപ്പം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിക്ട്ലി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അതായത് നോർമാലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്ട്രിക്ട്ലി അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് ഗ്രൂപ്പിങ്ങും റോ സ്കോർസിനനുസരിച്ച് ഗ്രൂപ്പിങ്ങും പിന്നെ അതിന് നമ്മൾ സി സ്കെയിലിൻ്റെ ഇതിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിന് സി സ്കോർസ് എന്ന് ടേം ചെയ്യുന്നതും നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോർമാലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്തിട്ടാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഫോർ കൺസ്ട്രക്റ്റിംഗ്. ഇനി നമ്മൾ സി സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട് ഇവിടെ. അതായത് ഫോർ കൺസ്ട്രക്റ്റിംഗ് എ സി സ്കെയിൽ, നമ്മളൊരു സി സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി ബേസ് ടൈം of the baseline of the normal distribution is divided into 11 equal parts in terms of ST units. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ mean is equal to 5, ST is equal to 2, അതേപോലെ range is equal to 0 to 10, and total intervals നമ്മൾ 11 ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു സി സ്കെയിൽ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സി സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു ബേസ് ലൈൻ ഉണ്ടാവും. ഇതിലുള്ള ബേസ് ലൈനിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം -3 sigma to +3 sigma, അതായത് നമുക്ക് മനസ്സിലാവും. അതായത് ഈ 11 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ നെയിം ചെയ്തിട്ടുള്ള ഈ അടിയിൽ ബ്ലൂ കളറിലായിട്ട് നെയിം ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. -3 sigma മുതൽ +3 sigma വരെ ആയിട്ടാണ് നമ്മൾ അതിനെ നെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത്. ഇനി based on the division of the entire distribution to 11 categories, we transform the row scores data into C scores as follows. അപ്പം നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് ഈ കാറ്റഗറി 11 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ സി സ്കോർസ് നമ്മൾ കൊടുക്കുന്നത് റോ സ്കോർസിന്. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് 1 എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് എ സെറ്റ് ഓഫ് സ്കോർസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ, ദാറ്റ് ഇസ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്. Okay, that is from lowest to highest ആണ്. ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആയിട്ട് നമ്മൾ അതിന് സെറ്റ് ഓഫ് സ്കോർസ്, അതായത് ഇതിൽ ഇപ്പോൾ 1%, 3%, ഇങ്ങനെ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾക്ക് ഉള്ള റോ സ്കോർസ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ, അതായത് ലോവസ്റ്റ് ടു ഹയസ്റ്റ് എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതായത് അസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് 1%, 3% till 20%, പിന്നെ അവിടുന്ന് അങ്ങനെ 1% ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ ഫോർ ദ ലോവസ്റ്റ് 1% അസൈൻ എ സ്കോർ ഓഫ് 0. അപ്പോൾ നമ്മൾ
1% പറഞ്ഞിട്ടുള്ള ഈ റോ സ്കോറിന് നമ്മൾ പിന്നെ സ്കോഴ്സ് അസൈൻ ചെയ്തത് നമ്മൾ പറഞ്ഞു ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആയിട്ടാണ് നമ്മൾ സ്കോഴ്സ് അസൈൻ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൽ ലോവസ്റ്റ് 1% നമ്മളടുത്ത് ഇവിടെ എന്താണ് ഫസ്റ്റ് വണ്ണ് നമ്മളിവിടെ കാണുന്നുണ്ട്, എന്താണ് ഈ റെഡ് കളറിലിട്ടതാണ് സ്കോഴ്സ് നമ്മൾ അസൈൻ ചെയ്തത്. അസെൻഡിങ് ലെവലിലായിട്ടാണ് നമ്മൾ സ്കോഴ്സ് അസൈൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് ഈ റെഡ് കളറിലുള്ള നമ്പേഴ്സ് നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അതായത് ഫോർ ദ ലോവസ്റ്റ് 1%ന് നമ്മൾ 0 ഇട്ട് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് എന്താണ് ലോവസ്റ്റിന് നമ്മൾ അതായത് 3%ന് നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ സ്കോഴ്സ് അസൈൻ ചെയ്യുന്നത്. അങ്ങനെ അസൈൻ എന്താണ് ഫോർ ദ നെക്സ്റ്റ് ലോവസ്റ്റ് 7% അസൈൻ എ സ്കോർ ഓഫ് 2%. എങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു, കണ്ടിന്യൂ ദിസ് പ്രോസസ് till the top 1% get a sign of 10. ഓക്കെ, ടോപ്പ് 1% പറയുമ്പോൾ അങ്ങേ അറ്റത്തുള്ള ഈ റൈറ്റ് സൈഡിലുള്ള 1% ആണ് ടോപ്പ് 1% എന്ന് പറയുന്നത്. അതിന് നമ്മൾ 10 ആണ് നമ്മൾ കൊടുക്കുന്ന സ്കോർ എന്ന് പറയുന്നത്. ഇനി these transformed scores ranging from 0 to 10 are the C-score values of the related row scores in a given distribution. These transformed scores are normal and form a C-scale. അപ്പം നമ്മൾ അവസാനം നമ്മൾ അസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഈ എന്താണ് 1% അവസാനം കൊടുത്തിട്ടുള്ള ഈ എന്താണ് ഈ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ 0 മുതൽ 10 വരെ വെരി ചെയ്യുന്ന ഈ സ്കോഴ്സാണ് നമ്മൾ എന്താണ് സ്കെയിൽ വാല്യൂസ് എന്ന് പറയുന്നത്. സ്കോർ വാല്യൂസ് എന്ന് പറയുന്നത്. ദീസ് ട്രാൻസ്ഫോം സ്കോർസ് ആർ നോർമൽ ആൻഡ് ഫോം എ സ്കെയിൽ. അപ്പോൾ ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് സ്കെയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്കോർസ് ആണ്. ഓക്കെ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്കോർസ്. ഇതിലെന്തെന്ന് പറയുന്നത് വെച്ചാൽ ദി സ്കെയിലിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോ സ്കോർസ് ഇൻ 11 സ്പെസിഫിക് characteristics of groups may provide quite valuable in terms of grading or classifying the individual scores in a test. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടുള്ള ഉപകാരം, അതായത് നമ്മൾ ഇപ്പോൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റോ സ്കോഴ്സിനെ നമ്മൾ 11 സ്പെസിഫിക് കാറ്റഗറീസോ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ തിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ വാല്യുബിൾ ആണ്. എന്ത് സംബന്ധിച്ച് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സ്കോഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് ഗ്രേഡൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഗ്രൂപ്പായിട്ട് ഓരോന്നിനും നമ്മൾ ആ ഗ്രൂപ്പിനനുസരിച്ച് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ വാല്യുബിൾ എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് മേ പ്രൂവ് ക്വൈറ്റ് ബെനിഫിഷ്യൽ ഇൻ അബിലിറ്റി ഗ്രൂപ്പിംഗ്. ഒരു ഗ്രൂപ്പിൻ്റെ അബിലിറ്റി കണക്കാക്കാനൊക്കെ നമുക്ക് ഈ ഒരു എന്താണ് ലെവൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി however the use of 0 as a C-scores may provide quite unwise and impracticable. അപ്പോൾ ഇതിലെന്തോന്ന് പറയുന്നത് വെച്ചാൽ 0 എന്ന് പറഞ്ഞൊരു സ്കോർ നമ്മൾ അസ്യൂം ചെയ്യും, നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അത് തികച്ചും അൺപ്രാക്ടിക്കബിളും അൺവൈസും ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്രേഡിംഗ് someone as a 0, കാരണം എന്താണ് ഗ്രേഡിംഗ് someone as a 0 or telling him that he has obtained 0 score will be quite demoralizing to him, and hence the 0 unit needs to be dropped from the scale. നമ്മളിപ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊരു 0 സ്കോർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും അവരെ ഡീമോറലൈസ് ചെയ്യുകയാണെന്നുള്ളതാണ്. അവർക്ക് 0 ആണെന്ന് ആ 0 ഇട്ട് കൊടുക്കുമ്പോൾ അതിനർത്ഥം അയാൾക്ക് ഒന്നുമില്ല എന്നുള്ളതല്ല, അയാൾക്ക് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ അത് തികച്ചും അൺപ്രാക്ടിക്കബിൾ ആണ്, അൺവൈസ് ആണ്. അതേപോലെ അത് അവരെ ഡീമോറലൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം എന്താണ് അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ആ 0 യൂണിറ്റ് നമ്മൾ ഈ സ്കെയിലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ദിസ് വുഡ് ലീവ് അസ് വിത്ത് 10 യൂണിറ്റ്സ്. ഇഫ് വി വാണ്ട് ടു ഹാവ് 5 as മീൻ then we should have 11 യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ നമ്മളിപ്പോൾ മീൻ 5 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 11 യൂണിറ്റ്സ് വേണം, അതായത് റേഞ്ചിങ് ഫ്രം 1 to 11. ഓ ഇഫ് വി വാണ്ട് ടു ഹാവ് 9, നമ്മളിപ്പോൾ മീൻ 9 ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ then we should have a standard scale ranging from 1 to 9. സോ ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഓഫ് സ്കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. എന്താണ് ഓക്കെ, സോ താങ്ക് യു. ഹായ്, ഐ ആം ജൽവ. ഞാൻ പറയാൻ പോണത് സിനാൻ സ്കോഴ്സ് എന്താണെന്നുള്ളതാണ്. ഈ സ്കെയിലിൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് സിനാൻ സ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റും. സ്കെയിലിൽ നമുക്ക് 11 കാറ്റഗറീസാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പേര് പോലെ തന്നെ C9 സ്കോഴ്സ് എന്നുള്ള പേര് പോലെ തന്നെ ഇതിൽ 9 കാറ്റഗറീസാണ് ഉള്ളത്. അതാണ് ദ കൺട്രാക്ഷൻ ഓഫ് 9 സ്കെയിൽ. ഓക്കെ, പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 9 പോയിൻറ്റ് സ്കെയിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഏത് ടെസ്റ്റ് സ്കോറിനെയും സിംഗിൾ ഡിജിറ്റ് സ്കോർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
C9s are always positive whole number from 1 to 9. 1 to 9ൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് ഹോൾ നമ്പർ ആയിരിക്കും എപ്പോഴും C9s എന്ന് പറയുന്നത്. പിന്നെ Z score, T scores are assigned to a number to an individual, while C9 scores assigned to a number to a whole group. Z സ്കോറും T സ്കോറും ഒക്കെ ഒരു ഇൻഡിവിജ്വലിനെ അസൈൻ ചെയ്യുന്ന ഒരു നമ്പറാണെങ്കിൽ C9 സ്കോഴ്സ് എപ്പോഴും എങ്ങനെ വരിക, ഒരു ഹോൾ ഗ്രൂപ്പിന് അസൈൻ ചെയ്യുന്ന ഒരു നമ്പറായിട്ടാണ് വരിക. ഓക്കെ, ഇതാണ് കുറച്ച് പോയിൻറ്റ്സ്. ഇനി ബാക്കി കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞാൽ C9s ആർ ആൾസോ സിമിലർ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനോട് സിമിലർ ആണ് C9s എന്ന് പറയുന്നത്. You can think of these scores as a bell curve that has been sliced up into 9 pieces. These pieces are number 1 through 9 starting at the left hand section. അതായത് നമുക്ക് ഇതിനെ ഈ സ്കോഴ്സിനെ നമുക്ക് 9 സ്ലൈസ് പീസ് ബെൽ കർവ് ആക്കിയിട്ട് 9 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, സ്ലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സെക്ഷൻ മുതൽ 1 ആയിട്ട് അങ്ങനെയാണ് നമ്പർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മെയിൻ പോയിന്റ് C9s ഹാസ് എ മീൻ ഓഫ് 5 and a standard deviation 1.96. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതായത് C9 ഹാവ് എ മീൻ ഓഫ് 5. മീൻ എപ്പോഴും 5 ആയിരിക്കും. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.96, ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 2. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എടുക്കുക C9 സ്കോഴ്സിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ പോയിൻറ്റ്സ്. ഇനി എന്താ പറയുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 9 കാറ്റഗറീസ് ആണ് C9 സ്കോഴ്സിന് ഉണ്ടാവുക. C സ്കെയിലിന് 11 കാറ്റഗറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മീന് 5 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.46, അപ്രോക്സിമേറ്റ്ലി 2 ആണ്. പിന്നെ ഇതിൽ പറയണമെന്ന് വെച്ചാൽ C9 സ്കെയിൽ ഫസ്റ്റ് യൂസ് ചെയ്ത് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി എയർഫോഴ്സ് ഏവിയേഷൻ സൈക്കോളജി പ്രോഗ്രാമാണ് ഫോർ കൺവേർട്ടിംഗ് ടെസ്റ്റ് സ്കോഴ്സ് ഇൻ ടു സ്റ്റാൻഡേർഡ് 9 കാറ്റഗറീസ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ ഇത്രയ്ക്ക് തന്നെ ഇമ്പോർട്ടൻ്റ്. ഹായ് എവരി വൺ, ഐ എം അഫ്ന. പിന്നെ ടോപ്പിക്ക് T സ്കോർ ആണ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് സ്കോറാണ് T സ്കോർ. Z സ്കോർ പോലെ തന്നെ T സ്കോറിനെ നമുക്ക് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റുഡൻസിൻ്റെ റിലേറ്റീവ് പെർഫോമൻസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആൻഡ് അക്രോസ് ടെസ്റ്റ് T സ്കോറിന് എന്ത് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. സോ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ സ്റ്റാൻഡേർഡൈസ്ഡ് സ്കോർ ഈസ് T score. Like Z score, T score can be assumed to be a normally distributed and allow for consistent interpretation of a student's relative performance on an individual test and across test. ഇപ്പോൾ Z score have a mean 0 and standard deviation of 1. അങ്ങനെയാണെങ്കിൽ T സ്കോറിന് 15 ആണ് മീന്, അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 10 ആണ്. അപ്പം ഇവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് ഹെൽഡ് ചെയ്യണം. ടെർമാൻ എന്നറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് T സ്കോർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൈൽ കൺവേർട്ടിംഗ് ദ Z സ്കോർ ഇൻ ടു സ്റ്റാൻഡേർഡ് സ്കോർ. Z സ്കോർ സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈമിലായിരുന്നു ടെർമാൻ സൈക്കോളജിസ്റ്റ് T സ്കോർ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തത്. If we take in particular mu equal to 15 and sigma equal to 10, we get T score. Thus T equal to 15 plus 10Z. അപ്പം T സ്കോറിൻ്റെ ഫോർമുല പറയുന്നത് T equal to 15 plus 10Z. അതിൽ 15 എന്ന് പറയുന്നത് മ്യൂ ആണ്, മീനാണ്. 10 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. ഏതൊരു റോ സ്കോറിനെയും T സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നിട്ടുള്ള ആ ഒരു സ്കോറിനെ നമ്മൾ എന്ത് ചെയ്യണം, Z സ്കോർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ഈ ഒരു ബേസിക് ഫോർമുല നമ്മളവിടെ യൂസ് ചെയ്യാം, T equal to 10Z plus 15. To calculate the T score for a given score, it is important to first convert the raw score to a Z score. When a frequency distribution is given, first we have to find the Z score as demonstrated below. Here it is assumed that the scores follow a normal distribution and the Z score are located on a normal probability curve. So, T സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള ആ ഒരു റോ സ്കോറിനെ എന്ത് ചെയ്യണം, Z സ്കോർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൽ നിന്ന് Z സ്കോറിനെ കണ്ടുപിടിക്കണം. സോ ഹിയർ ഇറ്റ് ഈസ് അസ്യൂംഡ്, അതായത് ഈ സ്കോർസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ Z സ്കോർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോർമൽ പ്രോബബിലിറ്റി കർവിലാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് T സ്കോറിൻ്റെ കാൽക്കുലേഷനാണ്, കാൽക്കുലേഷൻ്റെ മെത്തേഡാണ്. അതിന് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറേഞ്ച് ദ T സ്കോർ ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ മാഗ്നിറ്റ്യൂഡ്. T സ്കോറിനെ നമ്മൾ ഓരോ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്യുക സ്റ്റാർട്ടിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ.
In the third step, obtain the cumulative frequency below the mid value of each class interval, assuming that the frequencies are uniformly distributed over the class interval. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഈച്ച് ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ അസ്യൂം ചെയ്യണം, അതായത് ഫ്രീക്വൻസീസ് എന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഓവർ ദ ക്ലാസ് ഇൻ്റർവെൽ. പിന്നെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീനെ പെർസെൻറ്റേജോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻസോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നോർമലൈസ്ഡ് സ്കോർസ് ഒബ്റ്റെയിൻ ചെയ്യാം. എന്നിട്ട് Z ഗിവൺ ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ PZ < Z = P. ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് T സ്കോർസ് ആർ ഒബ്റ്റെയിൻ ഫ്രം നോർമലൈസ്ഡ് സ്കോർ യൂസിങ് 5-1. അപ്പോൾ എന്ത് ചെയ്യും, നോർമലൈസ്ഡ് സ്കോർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലാസ്റ്റ് T സ്കോർ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ 6 സ്റ്റെപ്പാണ് T സ്കോറിൻ്റെ കാൽക്കുലേഷൻ.